ഹായ് നമസ്കാരം. എ ഡി വിൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ വണ്ടി എടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് രാവിലെ നേരെ പമ്പിൽ പോകണം, CNG അടിക്കണം. CNG അടിച്ചിട്ട് വേണം നമുക്ക് നമ്മുടെ ആപ്പുകളൊക്കെ ഓണാക്കാനായിട്ട്. ഇന്നലെ വെള്ളിയാഴ്ച ദിവസമായിരുന്നു, വലിയ കുഴപ്പമില്ലാതെയൊക്കെ ഓടാൻ പറ്റി. സമരം കഴിഞ്ഞതിൻ്റെ കുറേ ആയതുകൊണ്ടാണ് എന്താണെന്നറിയില്ല, വലിയ കുഴപ്പമില്ലാതെയൊക്കെ ഓടി. ഇനിയിപ്പോൾ CNG അടിക്കണം. അപ്പോൾ നമുക്ക് പമ്പിൽ പോയിട്ട് വരാം കേട്ടോ. ഹായ്. അപ്പോൾ കൂട്ടുകാരെ, ഞാൻ പമ്പിൽ പോയി CNG ഒക്കെ അടിച്ചു കേട്ടോ. CNG ഒക്കെ അടിച്ചിട്ടാണ് തിരിച്ചു വന്നത്. ഇപ്പോൾ ഞാൻ എല്ലാ ദിവസവും രാവിലെ വന്ന് CNG അടിച്ചു കഴിഞ്ഞാൽ നടക്കാവ് അമ്പലത്തിൻ്റെ വാതിക്ക്, നടക്കാവിൽ നമ്മുടെ ഫ്രണ്ടിൽ റോഡ് സൈഡിലാണ് കേട്ടോ കിടക്കുന്നത്. അവിടെ കിടന്ന് ഓണാക്കി കഴിയുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ട്രിപ്പൊക്കെ അടിക്കും. അങ്ങനെയൊക്കെ കിടക്കും കേട്ടോ. അപ്പോൾ നമുക്ക് നടക്കാവിൽ നിന്ന് രാവിലെ തന്നെ ട്രിപ്പ് കിട്ടിയായിരുന്നു കേട്ടോ. കളമശ്ശേരിയിൽ നിന്ന് പിന്നെ വേറെ ഒന്ന് രണ്ട് ഓട്ടോ ഒക്കെ കിട്ടി. ഇപ്പോൾ ഏകദേശം ഒരു 10 മണിയോളമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു 10 മണിയൊക്കെ ആയപ്പോൾ ഒരു 3 ട്രിപ്പ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ കിടക്കുന്നത് നമ്മുടെ എടപ്പള്ളി ഭാഗത്തായിട്ടാണേ. ഇപ്പോൾ കുറച്ച് സമയമായിട്ട് ഇപ്പോൾ ഇവിടെ ഒരു ഡ്രോപ്പ് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 10-20 മിനിറ്റ് ആയി. ട്രിപ്പ് ഇതുവരെ അടിച്ചിട്ടില്ല. ട്രിപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇന്ന് പൊതുവെ വലിയ തിരക്കൊന്നും കാണുന്നില്ല കേട്ടോ. ശനിയാഴ്ച ആയതുകൊണ്ടാണോ എന്താണെന്ന് അറിയത്തില്ല. റോഡിലൊക്കെ ആളുകളൊക്കെ വളരെ കുറവാണ്. ട്രാഫിക്കും വലിയ കാര്യമായിട്ടൊന്നുമില്ല. രാവിലത്തെ പീക്ക് ടൈമിൽ തന്നെയാണെങ്കിലും വലിയ തിരക്കൊന്നും കാണിച്ചില്ല. വലിയ ട്രിപ്പടികളുടെ ബഹളമൊന്നും കണ്ടില്ല. എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഈ ഡ്രൈവർമാർ എന്ന് പറയുന്നവരെ, ഡ്രൈവർ ജോലിയിലേക്ക് ഞാൻ വന്നിട്ട് കുറച്ച് നാളുകളായിട്ടുള്ളൂ. അപ്പം ഞാൻ മനസ്സിലാക്കിയത് കാര്യം, നമ്മൾ ഈ ഡ്രൈവർമാരെന്ന് പറയുന്നവർ ഒരു ദിവസം എത്ര ആളുകളല്ലേ നമ്മൾ അവരെ ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് എത്തിക്കുന്നത്. പലതരത്തിലുള്ള ആളുകൾ, പല കാഴ്ചപ്പാടുള്ള ആളുകൾ, പല സ്ഥലങ്ങളിലേക്ക് നമ്മളിവരെ കൊണ്ട് എത്തിക്കുകയാണ്. ഒരുപക്ഷെ വഴികളൊക്കെ തന്നെ ഏകദേശം ചിലപ്പോൾ സെയിം ആയിരിക്കാം, പക്ഷെ എന്നാലും ലക്ഷ്യസ്ഥാനങ്ങളൊക്കെ പലതായിരിക്കാം. പക്ഷെ നമുക്ക് എപ്പോഴും ഓരോ യാത്രയും ഓരോ അനുഭവങ്ങളാണ്. അല്ലെങ്കിൽ പോയ വഴികളൊക്കെ തന്നെയാണെങ്കിലും വീണ്ടും നമുക്ക് പോകുമ്പോൾ പുതിയ അനുഭവങ്ങളായിട്ട് തോന്നും അല്ലേ. ഇത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ ഒരു ദിവസം നമ്മുടെ കൂടെ ഒരു 25ഓളം യാത്രക്കാർ യാത്ര ചെയ്തെന്ന് വിചാരിക്കട്ടെ. അതിൽ തന്നെ എത്ര പേര് നമ്മൾ നോക്കി പുഞ്ചിരിക്കാറുണ്ട്. യാത്ര അവസാനിപ്പിച്ച് ഇറങ്ങിക്കഴിയുമ്പോൾ ക്യാഷൊക്കെ തന്നു കഴിയുമ്പോൾ നമ്മളെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് താങ്ക് യു എന്ന് പറയുന്ന എത്ര കസ്റ്റമർ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്? എനിക്ക് തോന്നുന്നത്, എൻ്റെ അനുഭവത്തിൽ ഈ 25ഓളം പേര് കയറി കഴിഞ്ഞാൽ അതിലൊരു പക്ഷേ ഒരു 2 പേരെങ്കിലും ഇവിടെ ഉണ്ടാവുള്ളൂ. ആ 2 പേര് തന്നെ ഇവർ ചിലപ്പോൾ കയറി കഴിയുമ്പോൾ വളരെ ഗൗരവക്കാരായിരിക്കും. നമ്മളോടൊന്നും മിണ്ടത്തൊന്നുമില്ലായിരിക്കും, നമ്മളോട് സംസാരിക്കത്തില്ലായിരിക്കും. അവർ ചിലപ്പോൾ ഫുൾ ടൈം മൊബൈലിലായിരിക്കും. അവർ നമ്മളെ മൈൻഡ് ചെയ്യുന്നുണ്ടാവില്ലായിരിക്കും. പക്ഷെ അവർ ഇറങ്ങിക്കഴിയുമ്പോൾ ഉണ്ടല്ലോ, ക്യാഷൊക്കെ തന്നു കഴിഞ്ഞിട്ട് അവർ നമ്മളെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ഒരു താങ്ക് യു പറയും. അപ്പോൾ നമുക്ക് ഈ ഡ്രൈവർമാർക്ക് കിട്ടുന്നൊരു ഊർജ്ജം ഉണ്ടല്ലോ, അത് ഭയങ്കര വലുതല്ലേ. എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്. എനിക്ക് വേറെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാനൊരു ബുക്കിംഗ് എന്ന് വെച്ചാൽ ഓൺലൈനിലൊരു ബുക്കിംഗ് എടുത്തിട്ട് ഞാൻ റൂട്ട് മാപ്പ് നോക്കി കൊണ്ടുവന്ന് ഒരു 100 മീറ്റർ, ഒരു 50 മീറ്റർ, 100 മീറ്റർ എന്ന് പറയാൻ പറ്റില്ല, ഒരു 50 മീറ്റർ അപ്പുറം മാറ്റി വണ്ടി നിർത്തിയതിന് 2 സ്ത്രീകളായിട്ടുള്ള ആളുകൾ, വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ, അവർ നടന്നു വന്നിട്ട് എൻ്റെ ഡോറിൽ മുട്ടി. ഞാൻ ഗ്ലാസ് താത്തി കഴിഞ്ഞപ്പോൾ എന്നെ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തു. കാരണം അവരത്രയും ദൂരം നടക്കേണ്ടി വന്നു. കാരണം ഞാൻ തിരക്കായതുകൊണ്ട് വണ്ടി പുറകെ ഒന്ന് ഹോൺ അടിച്ചുകൊണ്ട് എനിക്ക് അവിടെ നിർത്തിയൊന്ന് നോക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി മാറ്റി നിർത്തിയത്. ഇംഗ്ലീഷിലൊക്കെയാണ് അവരെന്നെ
ചീത്ത പറഞ്ഞിട്ടിരുന്നത്. കാരണം അത് ഞാൻ അതുകൊണ്ടാണ് പറയാനുള്ളത്, അവർ ഭയങ്കര വെൽ എഡ്യൂക്കേറ്റഡ് ആയിരുന്നു എന്ന് ഞാൻ പറഞ്ഞത്. അവർ വണ്ടിയിൽ കയറിയതിന് ശേഷം എന്നെ കുറേ നേരം ഷൗട്ട് ചെയ്തു. ഞാൻ അവരോട് സോറിയൊക്കെ പറഞ്ഞു, കാര്യവും പറഞ്ഞു. പക്ഷെ അവർ കാര്യം മനസ്സിലാക്കാനോ ഒന്നിനുള്ള ഒരു ഇത് കാണിച്ചില്ല. അവർക്ക് അവരുടെ സ്പോട്ടിൽ ഞാൻ വണ്ടി എത്തിച്ചില്ല, അവരെ അത്രയും ദൂരം നടത്തിച്ചു. അതായിരുന്നു അവരുടെ പ്രശ്നം. അല്ല, ഞാൻ പറയുമായിരുന്നു, ഇതൊക്കെ നമുക്ക് ഡ്രൈവർമാരെ നമ്മൾ നേരിടുന്ന അനുഭവങ്ങളാണ്. അങ്ങനെയുള്ള പല പല കസ്റ്റമർ നമ്മൾ കാണുന്ന കൂട്ടത്തിൽ ഇങ്ങനെ 1-2 കസ്റ്റമർ ഉണ്ടാകും നമ്മളെ നോക്കി ഒരു ചെറിയ പുഞ്ചിരി തരുന്ന കസ്റ്റമർ. അത് നമുക്ക് തരുന്ന ആനന്ദവും ഊർജ്ജവും വളരെ വലുതല്ലേ. ഇതെൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായമാണ് കേട്ടോ. ഇപ്പോൾ നിങ്ങൾ മറ്റുള്ള ആളുകൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും അനുഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. അപ്പോൾ ഓക്കെ, ഞാനിങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ, ട്രിപ്പ് അടിക്കാതെ ഇങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ ഒന്ന് വീഡിയോ എടുത്തു എന്നുള്ളൂ. ഓക്കെ, കാണാം. വൈകുന്നേരം ആകുമ്പോൾ ഞാൻ പറയാം എങ്ങനെ ഉണ്ടായാലും ഇന്നത്തെ ദിവസം എന്നൊക്കെ. ശരി, ഓക്കെ.